ഇപ്പോൾ യു എയിലെ ചർച്ചാ വിഷയം പൊതുമാപ്പാണല്ലേ, അഥവാ ആംനസ്റ്റി. ഇന്ന് വീഡിയോ ചെയ്യുന്ന ഡേറ്റ് 30/8/2024. നിങ്ങൾക്ക് പല ചോദ്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. ആർക്കൊക്കെയാണ് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്, എവിടെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, എത്ര കാലയളവിലേക്കാണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ നിലനിൽക്കുന്നത് തുടങ്ങിയ കുറച്ച് ചോദ്യങ്ങളിലെ ചെറിയ ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. റെസിഡൻസ് വിസക്കാർക്കും വിസിറ്റ് വിസക്കാർക്കും നിങ്ങൾക്ക് എത്ര തന്നെ ഫൈൻ ആയിക്കോട്ടെ അത് സീറോയിലേക്ക് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് രാജ്യത്ത് നിന്ന് എക്സിറ്റ് ആവാനോ അല്ലെങ്കിൽ വിസയിലേക്കോ റെസിഡൻസ് വിസയിലേക്കോ വിസിറ്റിലേക്കോ റെസിഡൻസ് വിസയിലേക്കോ മാറാനുള്ള ഒരു വലിയ അവസരമാണ് UAE ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 മാസ കാലയളവിലേക്ക് ഒരുക്കിയിട്ടുള്ളത്. സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ ലാസ്റ്റ് വരെയാണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുള്ളിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷന് നിയറസ്റ്റ് കുറച്ച് പ്ലേസിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് എവിടെയൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോന്റെ എൻഡിങ്ങിലോ അല്ലെങ്കിൽ ഇതിന്റെ താഴെയോ ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനു ശേഷം ബയോമെട്രിക്കിന് വേണ്ടിയിട്ട് ഒരു ദിവസം അവർ പ്രൊവൈഡ് ചെയ്യും. ബയോമെട്രിക്കും കഴിഞ്ഞ് 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് രാജ്യത്ത് നിന്ന് എക്സിറ്റ് ആവുകയോ അല്ലെങ്കിൽ വിസിറ്റിലേക്കോ റെസിഡൻസ് വിസയിലേക്കോ ചേഞ്ച് ആവാനോ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു വലിയ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇല്ലീഗലായി നിൽക്കുന്ന എല്ലാവരും തന്നെ രാജ്യത്ത് നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ റൂൾ പ്രകാരമുള്ള പുതിയ വിസിറ്റിലോ വിസയിലേക്കോ മാറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അതുപോലെ ക്രിമിനൽ കേസോ സിവിൽ കേസോ ഉള്ളവർക്ക്, സിവിൽ കേസോ കൊണ്ട് ബാൻ ആയവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നതല്ല. മറ്റ് എല്ലാവരും ഓവർസ്റ്റേയിലും ഫൈനിലുള്ള എല്ലാവരും ഈ ഒരു അവസരം യൂസ് ചെയ്യുക. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.